ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കണോ? സേഫായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു കേട്ടോ. കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇച്ചിരി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ തണുപ്പിൻ്റെതും പിന്നെ ഇതെല്ലാം തുടങ്ങിയതല്ലോ, അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈയിടെയായിട്ട് ഇച്ചിരി പണിയും കൂടുതലുണ്ടായിരുന്നല്ലോ. നമ്മൾ എന്താ പറയുക, ചെറിയൊരു പരിപാടിയൊക്കെ വെച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെ. അപ്പം എനിക്ക് ഒരു പരിധി വരെ ഒത്തിരി ജോലികളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒത്തിരി വേദനയും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളെ എടുക്കാനോ വെയിറ്റ് എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ ഇരുന്ന് ഈ പറഞ്ഞോണ്ട് കിണിക്കൊണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞു ഒരു 2 സെക്കൻഡൊക്കെ എടുക്കും. അപൂർവം ചില സമയങ്ങളിൽ മാത്രം ഞാൻ ഇച്ചിരി നേരമൊക്കെ ഒന്ന് എടുത്തേക്കുന്നത്. പക്ഷെ അതെനിക്ക് ഷോൾഡറിനും കൈക്കും ഒക്കെ അങ്ങനെ വേദനയാകും. അങ്ങനെയുള്ള കുഞ്ഞി കാര്യങ്ങളല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ തണുപ്പിൻ്റെയും കാര്യങ്ങളും കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ചേട്ടായിക്ക് ചെറിയൊരു ചെവി വേദനയും പല്ലുവേദനയായിരുന്നു കഴിഞ്ഞ ഇടയ്ക്കെല്ലാം. അപ്പം പല്ലെടുപ്പിക്കാന്ന് പറയും, പിന്നെ പോകുന്നില്ല. അങ്ങനെ പഠിച്ചിരുന്ന് ചെവിക്കാൻ അത് വിഷ്ണു ആശുപത്രി കൊണ്ടുപോയി. ആ വേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട്. ഇനി 7 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ പോകണം നമ്മുടെ കട്ടപ്പന സെൻറ്റ് ജോൺസിൽ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി രാവിലെ കടയിൽ പോയിട്ടുണ്ട്. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ എന്നാ പറയുന്നത്, വലിയൊരു സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ ഞാൻ മോട്ടർ ഓണാക്കി വെച്ചേക്കുവായിരുന്നേ. അതിനിടെ അത് മോട്ടർ നടത്തി കേട്ടോ. വലിയ സന്തോഷമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ വലിയ സന്തോഷമായിട്ടിരിക്കുകയല്ല, ചെറിയൊരു വിഷമമുണ്ട്. അതെന്നു വെച്ചാൽ ഇതിലെ പാരി പറന്നവളിങ്ങനെ പൂമ്പാറ്റപ്പണക്ക് നടക്കുമല്ലായിരുന്നോ. അവള് മാത്രമല്ല, താഴത്തതുങ്ങളും കാണും, മുകളിലത്തതുങ്ങളും കാണും. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും പട്ടാളങ്ങൾ നിറച്ച് ഒന്നേ മുറ്റത്തെ പറമ്പിൽ, അല്ലെ ആ വഴി സൈഡിൽ, അല്ലെ മുറ്റത്തെ വീട്ടിൽ, അങ്ങനെ ഭയങ്കര ഒരു ബഹളമായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. നമ്മളെപ്പോഴും നമുക്ക് മാത്രം സന്തോഷം കിട്ടണം, നമുക്ക് മാത്രം എല്ലാം ആവണം എന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചാലോ ഒന്നും നടക്കത്തില്ല. ശരിയല്ലേ? അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ഒഴുക്കിനൊത്തു പോകണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും അത് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഇതൊക്കെ കണ്ടെത്തി നമ്മൾ പോകാനായിട്ട് പഠിക്കണം അല്ലേ. അതുകൊണ്ട് പിള്ളേർ പോയപ്പോൾ ചെറിയൊരു മൂടോട്ട് സങ്കടം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമില്ലോ എന്ന് ഓർത്തുകൊണ്ട് എണീറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ കല്യാണി കൂടെ ഇത്രയും നേരം മുറ്റത്തുണ്ട്. എന്നോട് ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പം ഞാൻ തുണി അലക്കാനായിട്ട് മുറ്റത്തോട്ട് പോയേക്കാന്ന് വിചാരിച്ചുകൊണ്ട് കയറിയതാണ്. എന്നാൽ ഞാൻ പോവാം കേട്ടോ സിന്ധുമേ, വൈകിട്ട് വരാവേ, നമുക്ക് വീഡിയോ എടുക്കണേ, ഉച്ച കഴിഞ്ഞ് വരാവേ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റാക്കണം, നീറ്റാക്കണം, ക്ലീൻ ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ കാര്യം അധികം പേരൊന്നും ആയിട്ടല്ല, നമ്മുടെ വീട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ട 2-3-4 ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരൊക്കെ ഉള്ളായിരുന്നു. ഒത്തിരി പേരെയും വിളിച്ചില്ല, ഒത്തിരി പേരെ വിട്ടുപോയി. പക്ഷെ അങ്ങനെ വലിയൊരു പ്രോഗ്രാമായിട്ട് വെച്ചതല്ല. ഇനി നമുക്ക് സമയം കിടക്കുമല്ലേ, നമുക്ക് ആഘോഷിക്കാമല്ലോ. നമ്മൾ വലിയ എന്താ പറയുന്നത്, ഇതിന് പോകാണ്ട് ഇങ്ങനെ നമ്മൾ വലിയ പ്ലാനൊന്നും ചെയ്യണ്ട. അന്നേരം നടന്ന് കിട്ടുന്ന കാര്യങ്ങൾക്ക് അതിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇച്ചിരിയൊക്കെ ഇതായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റാക്കി നമുക്ക് നമ്മുടെ വീട് പഴയ ഒരു പരുവത്തിൽ തന്നെ ആക്കണം. കാരണം ആ സൈഡിലിട്ടാൽ നമ്മുടെ സെറ്റിയൊക്കെ ഈർപ്പടിച്ച് പൂപ്പലായി പോകും. അതൊക്കെ നമ്മുടെ പഴയ വണ്ടി ഇവിടെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ കുറേ അലക്കാനും പറക്കാനും ഒക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി എല്ലാം ഒന്ന് കഴുകി ഇടാനായിട്ട് പോവാണ്. പിന്നെ എന്നാ പറഞ്ഞത്, പിന്നെ പിള്ളേർ പോകുന്നതിന് മുമ്പഴത്തെ പിള്ളേരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ എടുത്തതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും നല്ലൊരു വീഡിയോ ആണ്. ഈ വർഷം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മണിക്കൂറുകൾ മാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഷം കഴിഞ്ഞു പോകാനായിട്ട്. ദൈവം ഒരാവത്തടത്തും പറ്റാതെ കാത്തു വിചാരിച്ചതിന് തമ്പുരാനോട് നന്ദി പറഞ്ഞു. അടുത്ത ഒരു വർഷവും ഇതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ശാന്തിയും ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു ജീവിതമാക്കി മാറ്റണേ എന്നെല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും അങ്ങനെ ആവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തുക, നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മളായിട്ട് തന്നെ കണ്ടെത്തുക. കാരണം എന്തേലും സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ യൂട്യൂബ് എടുത്താൽ, അല്ലെങ്കിൽ നമുക്കൊരു കോഡ് വന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് കിട്ടിയാലൊക്കെ അതിനകത്തൊക്കെ നല്ല എത്രയോ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് ഹാപ്പിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതിനെയെല്ലാം എന്താണ്ട് ഇങ്ങനെ മായ്ച്ച് കളഞ്ഞിട്ട് ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് ഓരോ ദിവസവും നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ചിരിച്ചോട് സന്തോഷത്തോട് നിങ്ങളുടെ മുമ്പിലോട്ട് വരാനായിട്ടും പറ്റുന്നുണ്ട്. ഒത്തിരി ഉള്ളിൽ നീറ്റലും പോശലും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണെങ്കിലും ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തി മുമ്പോട്ട് വരുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട്, സന്തോഷമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോട്ട് വായോ. നന്ദി ചേച്ചി രാവിലെ വന്നിട്ട് പോവാൻ പോവാ. സമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയോ?
എന്തോ സമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയോ? സമ്മന്തിപ്പൊടി ഉണ്ടാക്കി. ബാക്കി അച്ചാറ് വീട്ടിൽ ചെന്നിട്ട് അമ്മ കിടപ്പല്ല. അമ്മയ്ക്ക് വയ്യല്ലോ, 2-3 ദിവസമായി. ഞാൻ എന്നിട്ട് വേണം ഇനി വല്ലോ ചെയ്യാനായിട്ട്. ആ ഓട്ടോ വന്നു. ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വിട്. അയ്യോ കാണാടാ ഈ പ്രാവശ്യം ഓക്കെ മോനെ. പാവം ഒന്നും മേടിച്ചു കൊടുത്തില്ല. എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കുന്ന ഞാൻ പറ്റിക്കാനായിട്ട്. അയ്യോ അതിനൊരു ഭയങ്കര സ്നേഹമാ. വന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മാ നിന്നത്. അധികം വർഷമൊന്നും ആയില്ല ഞങ്ങള് പരിചയമായിട്ട്. ഇവിടെ വന്നപ്പോഴാ നിങ്ങള് ആ അതെന്താ പാരറ്റ് കിളി. ആ പപ്പാനെ പഠിപ്പിക്കുക കേട്ടോ. അതോ ആ നക്ഷത്രപ്പഴം സ്റ്റാർ ഫ്രൂട്ട്. അത് ആ സ്റ്റാർ ഫ്രൂട്ട്. ആ ഇതോ ഇതെന്നാ കുറുക്കൻ. അയ്യോ പാപ്പ പേടിച്ചു പോയി. അതെന്നാ കുറുക്കൻ. കുറുക്കൻ ഫോക്സ് ഫോക്സ്. ആ കൂന്ന് കൂമ. അതെന്നാ അതെന്നാ അത് ടൈഗർ. അയ്യോ ടൈഗറോ? അതാരാ അത്? ആ ഇച്ചിമ്മയും പപ്പുവാണോ? പടക്കം പൊട്ടിക്കുന്നു. അതാരാ മോനെ? അല്ല അതാരാ മോളി ഇരിക്കുന്നേ? പാപ്പു സിന്ധുമേ. അതോ ടൈഗർ. ഇതോ 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 അതെന്നാ ലയൺ. എൻ്റെ അമ്മേ ഇതെന്നൊക്കെ ചാടുന്ന ചാട്ടം കണ്ട. അതാരാ മോനെ? അതാരാ? ആ അവിടെ ഇരുന്നേ. ഇതാരാ നമുക്ക് നോക്കാം. ഇവിടെ ഇരി. ആ ഇതാരാ ഇത്? ആ ഇത് ചൂനയാണോ? ആ അത് പോവും അത് പോവും. ഇതാരാ? ഇതാരാ? ആ മോന്റെ കൃഷ്ണ ചേച്ചി എന്റെ ചെയ്യമ്മേ. അതാരാ? അതാരാ? ആ റോസ്. പാപ്പു. ഇതാരാ? കണ്ണു കാണാൻ മതി. ചേച്ചി. ആ കൃഷ്ണ ചേച്ചിയാ കൃഷ്ണ ചേച്ചി. എന്നാ ബട്ടർഫ്ലൈ. ഓക്കെ പൂമ്പാറ്റ ബട്ടർഫ്ലൈ. മോൻ്റെ ഉടുപ്പിൻ്റെ കളർ എന്നാ? മോൻ്റെ ഉടുപ്പിൻ്റെ കളറ് ഗ്രീൻ. ആ പൊട്ടിച്ചു. ബട്ടർഫ്ലൈയെ പൊട്ടിച്ചു. പാവം അല്ലേ അത്? പാവം. ഇപ്പൊ പിന്നെ അങ്ങനെ വെച്ചാ എങ്ങനെയാകുന്നത് ഉണ്ടോ? ജിംബൂമ്പ എങ്ങനെയാ വെച്ചേ? പാപ്പുനെ മാജിക്കുമല്ലേ ജിംബൂമ്പ വെച്ചേ? അവിടെ അങ്ങനെ കിടപ്പുണ്ട് ജിംബൂമ്പയുടെ സാധനം. ആ എന്തി? ആ പാപ്പുനെ ഇപ്പം ജിംബൂമ്പ വെച്ച് ശരിയാക്കും. എടുത്തു വെച്ചോ അവിടെ അകത്തുനിന്ന്? അകത്തേനെ കിടപ്പുണ്ടായിരുന്നു ദിവങ്ങോട്ടെ. ഇല്ലേ? ആ എന്നാ കണ്ടില്ല. ഉണ്ടോ അവിടെ? ചൂനേ പോന്നില്ലേ ഇന്ന്? അണ്ട അച്ഛൻ അമ്മ ഒരുങ്ങി പോകാനായിട്ട്. കൊച്ചു പോന്നില്ലേ? അണ്ട അച്ഛൻ പുത്തൻ പൂപ്പിയൊക്കെ ഇട്ടല്ലോ. ആ അതേ പോന്നു. ആ എന്നാൽ കൊച്ചു ഇവിടെ നിന്നോട്ടേടാ. ജാനി ഇവിടെ നിന്നോട്ടെ കല്യാണിയുടെ കൂടെ അല്ലേ? ഇന്ന് പോകാനും ഒരുങ്ങുന്നില്ല. ഞാളെ പോകാച്ചു എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. പോന്നില്ലേ? പോകുന്നുണ്ടോ? കല്യാണി ഇപ്പം പോകും. നീ അച്ചൂൻ്റെ കൂടെ പോകുന്നുണ്ടോ? അമ്മൂൻ്റെ കൂടെ? എന്നാൽ പോകണ്ട, കൊച്ചു കൂടെ നിന്നോ. അവർ പോട്ടെ. ആ ഇന്നമ്മയുടെ അടുത്ത് പോകുന്നുണ്ടോ നീ?
എൻ്റെ ദൈവം ഇന്നെന്നാണോ പോകാൻ ഭയങ്കര മടി പോർക്ക്. ആ കുച്ചു കുച്ചു കുച്ചു. എൻ്റെ പൊന്നെ കാശ് കിട്ടിക്കഴിഞ്ഞപ്പം ബാഗൊക്കെ എടുത്ത്. ഓ എന്താ പൊന്നെ മതി. ഇത് കൊണ്ട് വെച്ചിട്ട് വരാന്നോ? അയ്യോ എന്റെ പൊന്ന് ദൈവമേ, ബാഗും അവളുടെ. അയ്യോ ബാഗും അവളുടെ ഒരു ബാഗും. എൻ്റെ അമ്മീ, പാപ്പുവിൻ്റെ അടുത്ത് ഇനി കയറുന്നുണ്ടോ? അല്ല പാപ്പു പോവാ കേട്ടോ, പട്ടാളങ്ങൾ പോവാ. ഇത്രയും ദിവസം ഒരു ഓളം ഉണ്ടായിരുന്നു, ഒരു അനക്കം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ടാറ്റ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം പോകാൻ ഭയങ്കര മടിയാ. അത് പിള്ളേർ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. ആ ഓക്കെ. ഓ എൻ്റെ പൊന്നെ, എല്ലാവർക്കും ടാറ്റ. നോക്കിയോ അടോണി ടാറ്റ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു കൂട്ടം കാണിച്ചു തരാവേ. ഇതുണ്ടാവും, നല്ല ഫ്രഷ് മൂവാണ്ടനാണെന്നാണെന്ന് തോന്നുന്നത് കേട്ടോ. നല്ല ഫ്രഷ് പച്ച മാങ്ങയാണേ. ഇത് ഇപ്പം മാവേന്ന് ഇങ്ങനെ പറിച്ചെടുത്ത മാങ്ങയാണ് കേട്ടോ. കാരണം നമ്മുടെ ഇടുക്കിയിലൊന്നും ഇപ്പം മാങ്ങയുടെ സമയമല്ല. ഇതെനിക്ക് പ്രിൻ്റ് കൊണ്ട് തന്ന കേട്ടോ ആൻഡ്രിയ മോളുടെ അമ്മ. അവർ എറണാകുളത്തിന് പോയിക്കല്ലായിരുന്നു ക്രിസ്മസിന്. അപ്പം അവിടെ സേവരിയേട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിലും കണ്ടായിരുന്നു പോയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ മാവിൽ നിന്ന് പറിച്ചോട് കൊണ്ട് തന്ന മാങ്ങയാണ് കേട്ടോ. നല്ല ഫ്രഷ് മാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് 300 വന്ന് പഴുത്താൽ നല്ലതായിരുന്നു ചേച്ചി. പഴുത്തു, ഞങ്ങൾ കുറേ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു പ്രിൻ്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മ പോയി കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് കൊണ്ട് തന്നത്. അല്ലേ ഇത് മൊത്തം അവൾ പച്ചയ്ക്ക് തിന്നേരെ. കാരണം ഇതിന് വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാനായിട്ട്. നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ ഉപ്പും ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടെ ഇട്ടിട്ട് ഇത് തിന്നാണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പം ഞാൻ ഇവനെ എന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അച്ചാറിടാൻ പോവാ. നല്ല ഫ്രഷ് അല്ലേ. അപ്പം ചേട്ടായി ഇന്നലെ വൈകിട്ട് എന്നോട് വന്നപ്പോൾ ചോദിച്ചു ഇത് എവിടെ നിന്നടി പച്ചമാങ്ങാന്ന്. അപ്പം ഞാൻ പറഞ്ഞു പ്രിൻ്റ് തന്നതാന്ന് പറഞ്ഞു. അയ്യോ അതുങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് അത് നീ മേടിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൾ കുറേ ഉണ്ടായിരുന്നു ചേട്ടായി. അപ്പം പിന്നെയും കൂടിനകത്ത് എടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇത് മതിയടിയെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടാ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഫ്രഷ് ആയിട്ട് തന്നെ നാളെ അച്ചാറിടുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പം വിചാരിച്ചു എല്ലാ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഇവനെ ഒന്ന് അച്ചാറിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വിഷ്ണു പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്റ്റാറും ഇവിടെ വേറെ ലൈറ്റ് ഇട്ടേക്കുമായിരുന്നു, ഊഞ്ഞാലൊക്കെ മാറ്റിയിട്ട്. ആ ലൈറ്റും എനിക്ക് പൊക്കത്തിൽ കയറി എടുക്കാൻ പാടായതുകൊണ്ട് അത് രണ്ടും ഞാൻ അഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അഴിച്ച് സെറ്റാക്കണം. കിങ്ങിണി പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരുത്തിക്കും വരണ്ട കേട്ടോ. എൻ്റെ അടുത്തോട്ട് ആർക്കും വരണ്ട. ഇവക്കൊക്കെ കിങ്ങിണീനെ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്നെ ഒരു ശകലം പോലും ഇഷ്ടമില്ല. ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടോന്ന്. ഇച്ചിരി നേരം ഇഷ്ടമുണ്ടോ? അതിനെ എന്നോട് ഇഷ്ടമുള്ള അവൾക്ക് റായൊക്കെ കൊടുക്കുന്ന ഹെയർ ബാൻഡ് അതൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കും. അതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടെന്ന്. അത് ശരി, അതുകൊണ്ടാണ് ഇഷ്ടമുള്ളേ. എന്നിട്ട് കിങ്ങിണി പോയിട്ട് നീ കയറി വന്നില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നേ. കിങ്ങിണി ഉണ്ടെങ്കിൽ എപ്പോഴും വരുന്നല്ലേ. ഒരെണ്ണം പഴുത്തതാണ് കേട്ടോ, ചെനച്ചതാ. അതിൻ്റെ ഇച്ചിരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മേടിച്ച് വലിയ ആകാംക്ഷ തിന്നിട്ട് ഓ ഇച്ചിരി പുളിയുണ്ടെന്ന് ഒരെണ്ണം ചെനച്ചു പോയി. എന്തായാലും ഇതൊരെണ്ണം ചേട്ടായി കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് വെച്ചാൽ കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. അതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അരിയണം. ഇവിടെയും സിറ്റൗട്ടിൽ കൊന്നിരുന്ന് അരിയ കേട്ടോ. അല്ലേ മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെച്ച് കേട്ടോ. ചെനച്ചതുണ്ടായിരുന്നു 2 എണ്ണം. അത്യാവശ്യം നന്നായിട്ട് പഴുത്തതും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ. അപ്പം ഞാൻ ചെനച്ചതൊക്കെ അതിൻ്റെ കൂടെ എടുത്തു. എന്നിട്ട് പഴുത്തത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് അറിയോ, അതിനകത്തോട്ട് അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പോയി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടോ ഈ ഇച്ചിരി പൊടികൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ടൊരു പിടിക്കും. സൂപ്പറാട്ടോ. അപ്പം ഫങ്ഷൻ ഇട്ട ഉടുപ്പൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതൊക്കെ കഴിയുമോ കാലിലേ ചിലപ്പം കേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കരിമണൊക്കെ കയറി പോയാലോ. മെഷീനകത്തിടാൻ കുറച്ചുണ്ട്. പിന്നെ കൈ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ഉള്ളൂ. അതൊക്കെ കഴുകാൻ. പിന്നെ അണ്ടായൊക്കെ അന്ന് കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചത് അതൊക്കെ ഇപ്പോഴും അങ്ങനെ ഇരിക്കുക. അവിടെ നല്ല അയ്യോ ഞാനവിടെ പൈപ്പ് തുറന്ന് വെച്ചേക്കുവാ. പിന്നെ എപ്പോൾ തോന്നണ്ടല്ലോ ഇവിടെ പൈപ്പ് വന്ന് തുറന്ന് വെച്ചിട്ട് കൈക്കൽ തുണിയൊക്കെ കഴുകാൻ ബക്കറ്റ് അന്ന് ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ ബക്കറ്റിനകത്തോട്ട് എടുത്തേ. അപ്പം ബക്കറ്റിനകത്തൊക്കെ ചീത്തയായിട്ടില്ല. അവിടെ ഒക്കെ ഒന്ന് കഴുകിയിടാം.
എന്നൊക്കെ ഓർത്തുകൊണ്ട് പൈപ്പ് തുറന്ന് വെച്ചിട്ട് അത് മറന്നുപോയി. എന്നിട്ട് പിന്നെ അകത്ത് കയറിപ്പോയി ഇൻട്രോ ഒക്കെ എടുത്തിട്ട് വന്നപ്പം വെള്ളം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ചിരി മറവി കൂടുന്നുണ്ട്. ഇപ്പം നമ്മുടെ കോഴിമക്കളവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനിവിടെ പൈപ്പ് ഓടി വന്ന് തുറന്ന് വെച്ചത് എന്നാന്നറിയാം, ഇതിനകത്ത് ഏതോ ഒരെണ്ണത്തെ മറ്റേ കേക്ക് തേച്ചതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഇതാ, അതൊക്കെ കൈവച്ച് കഴിയില്ലേ, ചിലപ്പോൾ ബാക്കി ആ കേക്കിൻ്റെ എല്ലാം കൂടെ നമ്മളിങ്ങനെ ഇടുമ്പോഴത്തേനും ഇതിലോട്ട് പിടിക്കുകയല്ലേ, ബാക്കിയുള്ള ഡ്രസ്സിലോട്ട് കൂടെ പിടിക്കുകയല്ലേ, അതുകൊണ്ട് അത് പറ്റത്തില്ല. അത് നമുക്കെടുത്ത് കൈവച്ച് കഴിയാം. അപ്പോൾ കോഴികൾ 2 സുഖമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവളുമാർക്ക് സമയാസമയങ്ങളിൽ ഗോതമ്പും തീറ്റയും ഒക്കെ തക്ക സമയങ്ങളിൽ കിട്ടുന്നതുകൊണ്ട് അവളുമാർ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം പിള്ളേരുടെ തോർത്തും ഒക്കെ കഴിയുക, ഇനിയിപ്പം എന്നാ വരുന്നതെന്ന് അറിയത്തില്ല. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേക്കാം. ഇന്ന് രാവിലെ വിളിച്ചിട്ട് പാപ്പു എന്തേടി നിൻ്റെ, പാപ്പു ജോലിക്ക് പോയി. പാപ്പും മകളും ഉണ്ടല്ലോ ഭയങ്കര ലോകിയാണ് താനും, എന്നാൽ ഭയങ്കര കുശുമ്പുമാണ് താനും. രണ്ടും കൂടെ അടിപിടി വഴക്കും. അവളെ ചുമ്മാ കിരണ്ടും. ചേട്ടായി അങ്ങനെ പിള്ളേരെ ഭയങ്കര ഇതാണേ. ഇപ്പം പിള്ളേരെ എല്ലാത്തിനും പോയി കടിച്ചു പറിക്കുമായിരുന്നു. കിച്ചുവിനെ ശ്രീകുട്ടനും നിധിക്കിട്ടും ഒക്കെ കുഞ്ഞിനെ കടിച്ച് ചുമപ്പിച്ച് വെക്കുമായിരുന്നു. എല്ലാവർക്കും കിച്ചുണ്ടും ചിപ്പിക്കിട്ടും ഒക്കെ കൊടുക്കുമായിരുന്നു. പറഞ്ഞ പോലെ ഇവക്കെട്ടും കൊടുക്കും, തോണ്ടലും ഒക്കെ പിച്ചനും ഒക്കെ. അതുകൊണ്ട് അവൾ ഇരിക്കുന്ന ഇരിപ്പി പിണങ്ങും, വയലൻ്റ് ആവും. പക്ഷേ രാവിലെ എനിക്ക് വന്നിട്ട് ചോദിച്ചു, പാപ്പു എൻ്റെ അമ്മേ, ഇന്നമ്മേ പാപ്പു എന്നെ. ചിലപ്പോൾ ഇന്നമ്മേന്ന് വിളിക്കും, ചിലപ്പോൾ ഇച്ചിമ്മേന്ന് വിളിക്കും, ചിലപ്പോൾ സിന്ധുമ്മേന്ന് വിളിക്കും, ചിലപ്പോൾ സിന്ധുന്ന് വിളിക്കും. ഇത് സിന്ധുന്നൊക്കെ ചേട്ടായി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എണീറ്റ് വന്നിട്ട് ചോദിച്ചു, ഇന്നമ്മേ പാപ്പു എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പാപ്പു നീ വഴക്കല്ലേ, പാപ്പു കടയിൽ പോന്നെ. അപ്പോൾ എന്താ പറയുക, അയ്യോ വേണ്ട പാപ്പു പാവം, അല്ലേ ഷോറി ഇന്നമ്മേ, പാപ്പുവിനെ വിച്ച് ഷോറി ഇന്നമ്മേ, പാപ്പുവിനെ വിളിക്കും. ചേട്ടനെ വിളിച്ച് വീഡിയോ കോൾ കണ്ടു കഴിഞ്ഞിട്ട് അവൾക്ക് സമാധാനമായത്. അപ്പം ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു, മോട്ടർ നിറഞ്ഞു പോയപ്പോഴത്തേനും. അപ്പോൾ ഈ തുണിയൊക്കെ ഒന്ന് കഴുകാം കേട്ടോ. അപ്പോൾ കൈ വെച്ച് കഴുകേണ്ട തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടു. കൊച്ചിൻ്റെ നല്ല ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. പിന്നെ മെഷീനകത്തിടാവുന്നൊക്കെ മെഷീനകത്തിട്ടു. എന്നിട്ട് വന്നിട്ട് ഞാൻ ഇവനെ ഒരു 3-4 വീസ് കഴിച്ചു. അതിനിടയ്ക്ക് കയറി വന്നായിരുന്നു ഞാൻ വെള്ളം കുടിക്കാൻ. അപ്പോൾ ഒരു 3-4 വീസ് കഴിച്ചു. എന്നിട്ട് എനിക്ക് കൊതി മൂത്തു. ഇപ്പം ഞാൻ എന്നാൽ ബാക്കിയുള്ളത് ചെയ്തിട്ട് ഇവരെ ഒന്ന് തട്ടാതെ വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ്. ചെറിയ പുളിയുണ്ട്, മധുരം കൊണ്ട് ഞെട്ടുവിനാണ് കേട്ടോ. 300 മാങ്ങ എന്നൊക്കെ പറയലേ, ആ മാങ്ങയാണ്. അവർ പോയത് ഭയങ്കര ഇഷ്ടമാണ് മോനിങ്ങനെ കഴിക്കാനായിട്ട്. എന്താ പോയി. കല്യാണിക്കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ, അവിടെ നിന്ന് അപ്പത്തേർക്കൊരു കുഞ്ഞി പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിക്കിന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പട്ടിയുണ്ട്. അതിൻ്റെ കൂടെ കളിക്കുന്നതിൻ്റെ സൗണ്ടാണ്. സിന്ധുമ്മയുടെ ബെഡേ കയറരുതടാ. ആർക്കാരും വേണോ? കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് ഒന്ന് കൊതി തോന്നുന്നു. എനിക്ക് ഇതിൻ്റെ തൊലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും തൊലി എത്തി കളയും, പക്ഷേ എനിക്ക് മാങ്ങയുടെ തൊലി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മാങ്ങയുടെയല്ല, 300 മാങ്ങയുടെയൊക്കെ. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. കാഴ്ചകൾ നോക്കിയേ, പാത്രം കൊണ്ട് അടുക്കളയിലൂടെ അതില്ല. അതെന്നാന്നറിയാമോ, ആ ബോളിലിരുന്ന് പാത്രമൊക്കെ എടുത്ത് ആവശ്യം വന്നപ്പോഴേ വെള്ളമൊക്കെ തിളപ്പിക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി അത് ആ പൊക്കത്തി വെക്കണം. ചേട്ടായിയുടെ സഹായം വേണം. അപ്പോൾ ചേട്ടായി വരട്ടെ. ഇനി ഇതേ ഇപ്പം ഞാൻ താഴെ ഇറങ്ങിപ്പോയപ്പോൾ കിട്ടിയ പയറാണ് കേട്ടോ, നമ്മുടെ മീൻസ്. അപ്പം ബീൻസും ഉണ്ട്, കുറച്ച് അച്ചിങ്ങാപ്പയറും ഇരിപ്പുണ്ട്, അതും കൂടെ കൂടി മെഴുക്ക് വരട്ടണം. പിന്നെ ഞാൻ മുട്ടയും കിഴങ്ങും കൂടെ പുഴുങ്ങി കുക്കറിനകത്ത് അത് തേങ്ങ വറുത്തരച്ച് കറി വെക്കണം. അപ്പം അത്രയും പരിപാടികളും കൂടെ ചെയ്യണം. അങ്ങനെ വീണ്ടും പഴയ രീതിയിലോട്ട് നമ്മുടെ പെരക് ഹാളിലൊക്കെ സെറ്റാക്കി ബെഡ് സാധനം എല്ലാം എടുത്ത് വെയിലത്തിട്ട് ഉണക്കി പിറക്കി എടുത്തിട്ടു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തണുപ്പ് കാരണം നമുക്ക് എപ്പോഴും ഒരു ഈ മഞ്ഞൊക്കെ കൂടെ ആകുമ്പോഴത്തേനും ഈർപ്പമൊക്കെ അടിച്ചിട്ട് ഒരുമാതിരി ഇരിക്കും. ആണ്ടൂർപ്പൊന്നാതിയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി കുട്ടപ്പനാക്കണ്ടേ. അപ്പം ഞാൻ അതൊക്കെ ഓക്കെ ആക്കി സെറ്റാക്കി. അയ്യോ മുമ്പേ നോക്കിയപ്പോഴും 4 മണി, ഇപ്പം നോക്കിയപ്പോഴും 4 മണി. ഞാൻ ഇതിൻ്റെ സമയം പോകാതെ ക്ലോക്ക് നിന്നിരിപ്പുള്ളൂ കേട്ടോ. അത് ബാറ്ററി വേണമെങ്കിലും ചേട്ടായി വേണം. സ്റ്റൂളറൊക്കെ വലിഞ്ഞ് ചേർന്ന പരിപാടിയൊക്കെ ഇപ്പം ഞാൻ നിർത്തി വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും അതൊക്കെ ചേട്ടായി വന്നിട്ട് മാറട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കലാപരിപാടികളൊക്കെ കലാശക്കൊട്ടോടുകൂടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല പണിയുണ്ടായിരുന്നു. കൈക്കൊക്കെ ഇച്ചിരി എനിക്ക് ശ്യാമള ചേച്ചി കഴിഞ്ഞ ദിവസം കണ്ണൻ്റെ അമ്മ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു വിക്സ് മാതിരി ഒരു സാധനം. അതൊക്കെ ഇച്ചിരി തേച്ച് വെച്ചു വേദന എടുത്തിട്ട്. ഈ പണി ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നം. പണി ചെയ്യാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുക്കിയിരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല.
അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതൽ അവലോടനോട് തിരിച്ചു പിടിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.